നന്ദി. ഇന്ന് IFPHന്റെ നട്ടെല്ലായ ധനേഷ് ഡോക്ടറെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിന്റെ കാരണം സ്വാമി ആതിരദാസ് അവാർഡ്, ഹോമിയോ ശാസ്ത്രവേദിയുടെ സ്വാമി ആതിരദാസ് അവാർഡ് ഈ വർഷം ഡോക്ടർ ധനേഷിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അത് ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ ആചരിക്കേണ്ട ഉത്തരവാദിത്തം IFPHന് തന്നെയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ധനേഷ് ഡോക്ടർ അതിനകത്ത് ഉണ്ടാകും. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് അവിശ്വസനീയമായ രീതിയിലാണ് ഈ ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നതെന്നുള്ളതാണ്. തിരക്കേറെ പ്രാക്ടീസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇത്ര വളരെ സാവകാശം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന ധനേഷ് ഡോക്ടറെ അത്ഭുതം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. ഷൈല പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാനും സ്വാഗതം പറയുവാനായി ഇവിടെ എനിക്ക് ഒരു സ്വാഗതം പറയാൻ അവസരം കിട്ടിയതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാം ധനേഷ് ഡോക്ടർക്ക് ആദരം അർപ്പിക്കുന്ന ഈ പ്രത്യേക പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ IFPHന്റെ നട്ടെല്ലായിട്ടുള്ള IFPHന്റെ പ്രസിഡന്റായ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഇസ്മായിൽ സെഡ് സാറാണ്. അദ്ദേഹം ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹത്തിന് IFPHന് വേണ്ടി ഔപചാരികതയുടെ പേരിൽ സാറിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള MR ഹരിഹരൻ നായർ സാറാണ്. അദ്ദേഹം എപ്പോഴും IFPHന്റെ ഒപ്പം നിൽക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരികയും ചെയ്യുന്ന സാറാണ്. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ആശംസകൾ അർപ്പിക്കാൻ വരുന്നത് നമ്മുടെ IFPHന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി വർഗീസ് കുടിയാട്ട് ഡോക്ടർ. അദ്ദേഹത്തെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിക്കാനായി എത്തുന്ന ശ്രീ പരീത് ബാവ ഖാൻ സാറ്. അദ്ദേഹവും തികഞ്ഞ ഒരു ഹോമിയോപ്പതി സ്നേഹിയാണ്. എപ്പോഴും നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്ന വ്യക്തിത്വമാണ്. ഏറ്റവും ബഹുമാനത്തോടെ അദ്ദേഹത്തെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഡോക്ടർ ജോസ് ഐസക് സാറ്, അദ്ദേഹം ഇന്നത്തെ പ്രോഗ്രാമിൽ സ്വാഗതം ആശംസിക്കുവാനായി എത്തുന്നു. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീധരക്കുറുപ്പ് സാറ് ഏതിനും എപ്പോഴും നമ്മൾ ആവശ്യം അറിഞ്ഞ് സാർ നമ്മോടൊപ്പം എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ആദരണീയനായ IFPHന്റെ സെക്രട്ടറി ശ്രീ കിരൺ ചന്ദ്, അദ്ദേഹത്തിനെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ ആദരം ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്ന ഡോക്ടർ ധനേഷ് ഡോക്ടർ എന്തായാലും ഈ IFPHന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ആയിട്ട് ഡോക്ടർക്ക് കിട്ടിയ ആദരം എന്തായാലും ഡോക്ടർ അർഹിക്കുന്ന ആദരം തന്നെയാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനെയും, സന്തോഷം മാത്രമല്ല അഭിമാനമാണ് തോന്നുന്നത്. ഡോക്ടറെ ഏറ്റവും അഭിമാനത്തോടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പ്രോഗ്രാം പെട്ടെന്ന് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ നടത്തുവാൻ ശ്രമിച്ചിട്ടുള്ള മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജ് GS-നെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി പറയുവാനായി എത്തുന്ന ഡോക്ടർ മറിയാമ്മ ജോണിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി ഒട്ടേറെ ഡോക്ടർമാരും ഹോമിയോപ്പതി സ്നേഹികളും എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് IFPHല് ഇനിയും ഇതുപോലുള്ള അവാർഡുകൾ ഓരോരുത്തരും നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി ഡോക്ടറെ. അധ്യക്ഷ പ്രസംഗമാണ് ദൗർഭാഗ്യം സേഡ് സാർ ജോയിൻ ചെയ്തിട്ടില്ല. കുറച്ചും വിളിച്ചതാണ് സാറിന് ലിങ്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ അയച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അയച്ചിരുന്നല്ലോ.
ഹരിഹരൻ നായർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സാറുണ്ട്. അപ്പൊ നമുക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ കടക്കാം. ശരി. സാറേ സ്വാഗതം. നമസ്തേ. നമസ്കാരം സാർ. തുടങ്ങട്ടെ? തുടങ്ങാം, തീർച്ചയായിട്ടും. അപ്പോ ഡോക്ടർ ഇസ്മയിൽ സേട്ട് ആയിട്ട് ഇരിക്കേണ്ടതാണ്. അദ്ദേഹം ഉടൻ തന്നെ വന്നെത്തുന്നു പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ ഡോക്ടർ ഷാജി, ജോസ് ഐസക്, ഡോക്ടർ പരീത് ബാബ ഖാൻ, ഡോക്ടർ ശ്രീധരക്കുറുപ്പ്, ഡോക്ടർ പി ശൈല, ശ്രീ കിരൺ ചന്ദ്. ഇന്ന് ഈ 2142 സെഷനിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രഗത്ഭരായ ഡോക്ടർ സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ ധന്യമുഹൂർത്തത്തിൽ ആദരണീയനായ ഡോക്ടർ ധനേഷിന് സ്വാമി ആതുരാനന്ദ ദാസ് പുരസ്കാരം ലഭിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ IFPH തീരുമാനിച്ചതിൽ IFPHനെയും കൂടെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവിടെ തുടങ്ങാം. തീർച്ചയായിട്ടും ഇതൊരു വലിയ അവാർഡാണ്. വരുന്ന ആഗസ്റ്റ് 2 നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നും അദ്ദേഹം അത് ഏറ്റുവാങ്ങുന്നത് IFPHനാകെ അഭിമാനിക്കാൻ വഴി നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ഹോമിയോപ്പതിയുടെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളിൽ എഴുതപ്പെടേണ്ട ഒരു നാമമാണ് സ്വാമി ആതുരാനന്ദ ദാസിൻ്റേത്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലുള്ള പേര് വാസുദേവൻ നായർ എന്നായിരുന്നെങ്കിലും ആതുര സേവനത്തെ തൻ്റെ ജീവശ്വാസമാക്കി മാറ്റിയതോടെയാണ് അദ്ദേഹം സ്വാമി എന്ന പദവിയിലേക്ക് ഉയർന്നത്. 1936 ആതുരാശ്രമം സ്ഥാപിച്ച് ഒരു യഥാർത്ഥ സന്യാസിയുടെ നിസ്വാർത്ഥതയോടുകൂടി അദ്ദേഹം ജനങ്ങളെ സേവിച്ചു. വെറും ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി കേരളത്തിൽ ഹോമിയോപ്പതിയെ ജനകീയമാക്കിയ തികച്ചും വിജയശ്രീലാളിതനായ ഒരു മികച്ച ഹോമിയോ ഡോക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. 58 കുറിച്ചിയിൽ അദ്ദേഹം സ്ഥാപിച്ച ആതുരാശ്രമം ഹോമിയോ മെഡിക്കൽ കോളേജ് വളർന്ന് പന്തലിച്ച് ഇന്ന് ഭാരതത്തിന് തന്നെ അഭിമാനകരമായ ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 28 വർഷങ്ങളിൽ ഈ പുരസ്കാരത്തിന് അർഹരായ പ്രതിഭകളുടെ നിര പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. പത്മശ്രീ ഡോക്ടർ KG സക്സേന, പത്മശ്രീ ഡോക്ടർ PNV കുറുപ്പ്, ഡോക്ടർ MS പ്രമാണിക് തുടങ്ങിയ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ മഹാരഥന്മാർക്ക് ആണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത് കിട്ടിയിട്ടുള്ളത്. അവരുടെ വലിയ നിരയിലേക്കാണ് ഇന്ന് ഡോക്ടർ ധനേഷും നടന്നു കയറുന്നത് എന്നുള്ളത് ഈ പുരസ്കാരത്തിൻ്റെ മൂല്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ഡോക്ടർ ധനേഷ് IFPHന് നൽകിയിട്ടുള്ള അമൂല്യമായ സംഭാവനകളും ഹോമിയോപ്പതി ചികിത്സാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ അർപ്പണ ബോധവും നാം കൃതജ്ഞതയോടെ ഓർക്കേണ്ടതാണ്. ഡോക്ടർ സൈറ്റ് വന്നെത്തിയിട്ടുണ്ട്. നമസ്കാരം സൈറ്റ് ജി. നിരന്തരമായ ഗവേഷണങ്ങളിലൂടെയും രോഗീ പരിചരണത്തിലൂടെയും ഈ വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പരമോന്നത പുരസ്കാരം കേവലം ഒരു അംഗീകാരം മാത്രമല്ല, മറിച്ച് ഡോക്ടർ ധനേഷിലെ പ്രതിഭയെയും പ്രതിബദ്ധതയെയും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് നയിക്കാനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കഴിവുകളെ പുറത്തെടുക്കാനുമുള്ള ഒരു വലിയ ചാലക ശക്തി കൂടിയായി ഈ അവാർഡ് മാറട്ടെ. ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ പൗളോ കോളോ പറയുന്നു, when you are bent upon doing something, the whole world will conspire to inspire you എന്നാണ്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് ഉറച്ച് മുന്നോട്ട് പോയാൽ സഹായങ്ങളെല്ലാം ചുറ്റുപാട് നിന്നും വന്നെത്തും. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാകട്ടെ. ഡോക്ടർ ധനേഷിനിൽ നിന്നും ഇനിയും വളരെയധികം പ്രതീക്ഷിക്കുന്നു. അത് വരും വർഷങ്ങളിലെല്ലാം IFPHന് വലിയ സംഭാവനയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിഗതമായ അഭിനന്ദനവും കൂടി അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. നന്ദി. അധ്യക്ഷ പ്രസംഗമാണ് ഇസ്മായിൽ സാർ. പ്ലീസ്. ഇനിയാണ് ധനേഷിന് വർക്ക് തുടങ്ങുന്നത്. ഇതുവരെ ഉള്ളൊന്നും വർക്കല്ലായിരുന്നു ധനേഷ്. ഒരു കാര്യം പറയാനുള്ളത്,
കാരണം ഇനിയാണ് തങ്ങളുടെ വർക്ക് കൂടുതൽ കാണിക്കേണ്ടത്. ഇത് ശിക്ഷയായിട്ടാണ് കാണുന്നത്. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പാടില്ല. ഇനി അങ്ങോട്ട് പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം. എല്ലാ തുറകളിലും, എല്ലാ വംശങ്ങളിലും, എല്ലാ വശങ്ങളിലേക്കും തങ്ങളുടെ എല്ലാ സഹായങ്ങളും കണ്ണും കാതും എല്ലാം തുറന്ന് പ്രവർത്തിക്കേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുകയാണ്. താങ്കൾ കിട്ടിയ അഭിനന്ദനത്തിൽ ഏറ്റവും വലിയ അധികം ഞാൻ സന്തോഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇനിയും ഇതിന്മേലുള്ള എന്തെങ്കിലും അവകാശങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ധനേശന് എല്ലാവിധ ഊർജ്ജങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം പുരോഗമിക്കുന്നു. വീണ്ടും കാണാം. അതെ സാർ, സാറ് പറഞ്ഞ പോലെ ഇനിയും ചുമതല കൂടും. ഇപ്പോഴും ധനേട്ടൊക്കെ നാളത്തെ പ്രോഗ്രാമിന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഒരു ചെവി കൂടെ കേൾക്കുകയാണ്. അതിന് അത്ഭുതമാണ്. എനിക്ക് തോന്നാണ് ഇദ്ദേഹം എങ്ങനെ ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഈ വർക്ക് നടക്കുകയാണ്ട് അങ്ങനെ പറയുന്ന കേൾക്കുകയും ചെയ്യുന്നുള്ളതാണ്. വെറുതെ ഇരിക്കുകയുള്ള ഒരു അത്ഭുത പ്രതിഭാസം ധനേഷ് ഡോക്ടറെ വളരെ നന്ദി. ആശംസ പറയുന്നതിനായിട്ട് ശ്രീധരക്കുപ്പ് സാറെ അൺമ്യൂട്ട് ചെയ്യാൻ. ഉണ്ട്. കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം, കാണാം. ഓക്കെ. അപ്പം സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ചും ഈ IFPHന്റെ ഇങ്ങനെയുള്ള പ്രോഗ്രാം, പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അവർക്ക് ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ധനേഷിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് ഏകദേശം 1986 മുതൽ ധനേഷിനെ അറിയാം. പക്ഷെ കൂടുതൽ അറിയാൻ പറ്റിയത് 2000 മുതലാണ്. പക്ഷെ അതിൽ കൂടുതൽ അറിയാൻ പറ്റിയത് 2000 മുതൽ എനിക്ക് ധനേഷിനെ ശരിക്കറിയാം. അതായത് ISKയിൽ പ്രവർത്തിച്ച മുതൽ. ധനേഷിൻ്റെ ജനിച്ചത് ആലപ്പുഴയിൽ ആണ്. അവിടെ അച്ഛൻ ജയസിംഹൻ, അമ്മ ഒരു ബിസിനസ്സായിരുന്നു, അമ്മ ചെല്ലമ്മ നേഴ്സായിരുന്നു. 4 സഹോദരങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം നല്ല നല്ല പൊസിഷനെല്ലാം റിട്ടയർഡ് ചെയ്ത ആൾക്കാരാണ്. UP സ്കൂൾ വിദ്യാഭ്യാസം ആര്യക്കര UP സ്കൂളിലായിരുന്നു. അവിടെ തന്നെ പുള്ളിയുടെ ലീഡർഷിപ്പ് പാഠവും കൊണ്ട് അദ്ദേഹത്തെ ക്ലാസ്സിലെ മോണിറ്ററായിട്ട് സെലക്ട് ചെയ്തു. പിന്നെ PDC ചെയ്തത് ഹൈസ്കൂൾ ചെയ്തത് മുഖമ്മ സംസ്കൃത സ്കൂളിലായിരുന്നു. അവിടെ വെച്ച് പ്രസംഗത്തിനും ക്വിസിനും പല പ്രാവശ്യം വിജയായിട്ടുണ്ട്. PDC ചേർത്തല സെന്റ് മൈക്കിൾ കോളേജിലാണ് പഠിച്ചത്. 1978 കോട്ടയം ആദ്രാശ്രമം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് ചേർന്നു, പഠിച്ച് പാസ്സായി. അവിടെ വെച്ച് തന്നെ പല സമരങ്ങളിൽ ഏർപ്പെടുകയും സെൻട്രൽ ജയിലിൽ, ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഏതാനും ദിവസം കിടക്കുകയും, അതുപോലെ തന്നെ 1985 മുതൽ മുഹമ്മയിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ജയ ഹോമിയോപ്പതി ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവിടെ തന്നെ ആലപ്പുഴയിൽ ISKയുടെ സെക്രട്ടറി, പ്രസിഡന്റ് മുതലായ ഇതിൽ സേവനങ്ങൾ അനുഷ്ഠിച്ച് പോസ്റ്റുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ISKയുടെ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ടുണ്ട്. 1000-ലധികം ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കും. പ്രത്യേകിച്ച് കേരള കൗമുദിയും പല ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2020 മുതൽ IFPHന്റെ ഇടതടവില്ലാത്ത ഈ 6 വർഷം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ അദ്ദേഹമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഫാമിലി, വൈഫ് ബിനു അധ്യാപിക, ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, 2 മക്കൾ. മൂത്ത മക്കൾ ഡോക്ടർ ധന്യ ഡെർമറ്റോളജിസ്റ്റാണ്. ഹസ്ബൻഡ് ശ്രീലേഷ് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് കോട്ടയമാണ്. രണ്ടാമത്തെ മകൾ കാർത്തിക എഞ്ചിനീയറാണ്, ഓസ്ട്രേലിയയിലാണ്. ഹസ്ബൻഡ് കിഷോർ കുമാർ എഞ്ചിനീയറാണ്. ആൽവി കൊച്ചുമകളാണ്. ഇത്രയാണ് പുള്ളിയുടെ വീട്ടിലെ ഫാമിലിയെ സംബന്ധിച്ചുള്ളത്. ഇനി അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ISK കൂടാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമിയോ ശാസ്ത്രവേദി
ഏകദേശം 31 വർഷത്തിനു മുമ്പ് കോട്ടയത്തെ ഏതാനും ഹോമിയോ സ്നേഹികൾ, ഹോമിയോ ഡോക്ടർമാരോടെ കൂടി തുടങ്ങിയതാണ്. അത് പ്രത്യേകിച്ചും എൻ്റെ അനുജൻ TN പരമേശ്വരക്കുറുപ്പാണ് അതിൻ്റെ പ്രസിഡന്റ്. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. അന്ന് മുതൽ 2 ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് ഹനുമാൻസ് അവാർഡ്, 2 സ്വാമി ആദിർദാസ് അവാർഡ്. ഏതായാലും എനിക്കും ഈ നമ്മുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന, പിന്നെ വേറെ പലർക്കും കിട്ടിയതായിട്ട് എനിക്കറിയാം. അത് പ്രത്യേകിച്ച് ഓർമ്മ, അതുപോലെ ഇവിടുത്തെ നമ്മുടെ പ്രസിഡന്റിന് എന്തോ ഒരു അവാർഡ് ഹോമിയോ ശാസ്ത്രവേദി മുമ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സെൻട്രലും സ്റ്റേറ്റിലുമായിട്ടുള്ള പല മഹത് വ്യക്തികൾക്കും കിട്ടിയ അവാർഡാണ്. അതിനൊരു കമ്മിറ്റിയുണ്ട്, അതിനെ അനലൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ 2000 മുതൽ 2004 വരെ ഞാൻ അതിൻ്റെ കമ്മിറ്റി മെമ്പറായിരുന്നു. ഇതിൻ്റെ അനലൈസ് കമ്മിറ്റി മെമ്പറായിരുന്നു. എന്നൊക്കെ ചെയ്തെന്ന് കേട്ടിട്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അതിൻ്റെ അകത്തില്ല. എങ്കിലും അത് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം, അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാറുണ്ട്. ചിലരൊക്കെ വിചാരിക്കും ചുമ്മാ അങ്ങോട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിനൊക്കെ വലിയ പാടൊന്നുമില്ല കിട്ടാനെന്ന്. പക്ഷെ അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ഞാനതിനകത്ത് കമ്മിറ്റി മെമ്പറായിട്ട് ഇരുന്നുകൊണ്ടാണ് എനിക്കത് അറിയാവുന്നത്. അത് സ്വാമിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ഞാനും സ്വാമിജിയുടെ പൂർവാശ്രമത്തിലെ ഒരു മെമ്പറായതുകൊണ്ട് എനിക്കും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ ഇത് പ്രത്യേകിച്ച് ധനേഷിന് കിട്ടിയതിൽ എനിക്ക് അതിലും കൂടുതൽ അഭിമാനമുണ്ട്. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് രാപകലില്ലാതെ, അതായത് എന്നെ ഇതിൻ്റെ ഹിന്ദിയുടെ കോർഡിനേറ്ററായിട്ട് സെലക്ട് ചെയ്തെങ്കിലും എന്നെ കൊണ്ട് പറ്റാതെ വന്നപ്പം ഞാൻ അതിൽ നിന്ന് മാറുകയായിരുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് മനസ്സിലായി ഒരാളെ എത്ര പ്രാവശ്യം വിളിച്ചാലാണ് ഒരു മീറ്റിങ്ങിന് ഒരാളെ സ്ഥിരം കിട്ടുന്നത്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള പല അവാർഡുകളും പല നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഓക്കെ സാർ, അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ അവാർഡിന് ഈ പരമേശ്വർ കുറുപ്പ് സാറിനോടൊപ്പം വലങ്കായ പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ SG ബിജു. ഡോക്ടർ SG ബിജുവിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ബിജു അൺമ്യൂട്ട് ചെയ്യണം ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ഈ അവാർഡിന്റെ ഇൻട്രൊഡക്ഷൻ ഞാനായിരുന്നു. ഈ നമ്മുടെ ധനേഷ് ഡോക്ടറെ അത് ഏകദേശം TNSR ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. അപ്പൊ നമുക്ക് TNS കുറുപ്പ് സാറിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം അവാർഡിന്. കാരണം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്നെക്കാളും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഗംഭീരമായിട്ട്. മനോജ് സാർ കേൾക്കുന്നില്ലേ? മനോജ് സാർ കേൾക്കുന്നില്ല? അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ശരിക്കും ചെയ്യേണ്ടിരുന്നത് അത് നമ്മുടെ പ്രോഗ്രാം ഞാനാണ്. അതിലും മനോഹരമായിട്ട് നമ്മുടെ TNSR ഇത് ചെയ്തു എന്നുള്ളത് തന്നെ എനിക്ക് ആദ്യത്തെ ഒരു നന്ദി പറയാണ്. അദ്ദേഹത്തോടെ കൊണ്ടുവരണം കേട്ടോ, നമ്മള് തിരുവല്ലയെ കൊണ്ടുവരണം അടുത്ത നമ്മുടെ പ്രോഗ്രാമിന്. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി കാലം കൂടിയിട്ടാണ് IFPHന്റെ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അന്ന് കണ്ടതിൽ നമ്മളിത് ഇനാഗുറേറ്റ് ചെയ്ത ആള് മുതൽ പരീത് സാർ, ഇങ്ങനെ ആ ഒരു പേരൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ നോമിനിയാണ് ഈ പറയുന്നത്. നേരത്തെ TNSR പറഞ്ഞ പോലെ കറക്റ്റാണ്. ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യാം, കുറേ നോമിനേഷൻ വരും. പക്ഷെ എൻ്റെ നോമിനേഷൻ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഈ ചികുൻഗുനിയ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്തൊരു സ്ഥലം ആലപ്പുഴ ജില്ലയായിരുന്നു, ചേർത്തല. അന്ന് ഈ ധനേഷ് ഡോക്ടർക്ക് ഇത്രയൊരു സീനിയർ ആണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ISKL ഒരു വർക്ക് കാണുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു സബോർഡിനേറ്റ്, ഒരു ജൂനിയർ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അവിടെ ഒരു ക്യാമ്പ് നടത്ത് എന്ന് ഞാൻ പറയുമ്പം അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കാണുന്ന ഒരു സ്കൂള് വാടകയ്ക്കെടുത്ത് അദ്ദേഹം ഒരു ക്യാമ്പ് അവിടെ നടത്തുകയാണ്. അന്ന് കൊടുക്കേണ്ട അവാർഡാണ് ഇന്ന് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു 26 വർഷത്തിന് ശേഷം അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു അവാർഡാണ് ഇന്ന്, അല്ലെങ്കിൽ അന്ന് കേരളത്തെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു അവാർഡാണ്. ഞാൻ രണ്ടാമത്തെ ഞാൻ അധികം സമയം എടുക്കുന്നില്ല. എനിക്കിനിയും പറയാനുണ്ട് അവിടെ നമ്മുടെ ഓഫ്ലൈൻ മീറ്റിങ്ങിൽ പറയാനുണ്ട്.
രണ്ടാമത് ഞാൻ കാണുന്നൊരു കാര്യം, അദ്ദേഹം ടീച്ചിങ് ഫാക്കൽറ്റി ചെയർമാൻ അന്നൊന്നും എനിക്കറിയത്തില്ല, ഇദ്ദേഹം ഇത്രയും സീനിയർ ആണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഐ ഡു ബിലീവ് ദാറ്റ് ഹീസ് സംതിങ് ജൂനിയർ ടു മീ. ആ രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് അവിടെ ഒരു തൃശ്ശൂര് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടീച്ചിങ് ഫാക്കൽറ്റി ആവുന്ന ട്രെയിനർ ആയിരുന്നു ഞാൻ. അതിലൊരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടൊന്ന് അങ്ങനെയൊക്കെ വന്നിരിക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു ഗ്രൗണ്ട് എർത്തായിട്ട് എന്നെപ്പോലെ ഒരു അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള ഒരാളുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനിരിക്കുകയും അതിനുശേഷം അദ്ദേഹം ക്ലാസ് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തൃശ്ശൂരാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ കൂടെ ഒന്ന് വരണം, ഞാൻ ഒരു സെഷൻ എടുക്കുന്നു, കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അവിടെ സെഷൻ എടുക്കുമ്പം ഞാൻ ഒബ്സർവ് ചെയ്തിട്ട്, നമുക്കിപ്പോൾ എന്താ സീനിയേഴ്സിനോട് പറയുന്ന പോലെ അല്ലെങ്കിൽ കൊളീഗ്സിനോട് പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത്, ലാംഗ്വേജ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിട്ട് ഒരു ലാംഗ്വേജ് കിട്ടാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് IFPHലാണ്. ശരിക്കും റൈറ്റ് ടൈമാണ്. ഇദ്ദേഹത്തിന് ഇപ്പോഴാണ് അവാർഡ് കിട്ടേണ്ടത്. കാരണം പിന്നീട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് അല്ല, ഒരു ഇന്റർനാഷണൽ ആക്സെന്റ് എന്ന് പറയും. എനിക്കത് ഇന്നുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി UK വിളിച്ചാൽ ഞാൻ വീണ്ടും പഠിക്കണം. വായി വിരൽ വെച്ചിട്ട് സുരാജ് വഞ്ഞാർമൂട് പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാൻ മലേഷ്യയിൽ പോകുമ്പോൾ വേറൊരു ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ ദുബായിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊണ്ട് വേറൊരു ലാംഗ്വേജ്. പക്ഷെ ഇദ്ദേഹം ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജിൽ ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഞാൻ അത്ഭുതത്തോടെ ഇരുന്ന് കണ്ടൊരു കാര്യമാണ് കേട്ടോ. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും IFPH എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനാണെന്ന് 100% ഞാൻ പറയും. അവിടെ ഇരുന്ന് അദ്ദേഹം സ്റ്റിൽ എ ലേണർ. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ് പെർസീവിയറൻസ് എന്ന് പറയും. അതിനു വേണ്ടി ഇന്ന് അദ്ദേഹം കോർഡിനേറ്റർ ആയിട്ട്, നേരത്തെ TNS സാറ് പറഞ്ഞു വലിയ ബുദ്ധിമുട്ട് ആൾക്കാരൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യും. എത്രയെല്ലാം രാജ്യങ്ങളിലെ ആൾക്കാരെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നു, എത്രയെല്ലാം നന്നായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇതാണ് അതിന്റെ റൈറ്റ് ടൈം. അതിന്റെ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ടൈം അല്ലെ. റൈപ്പ് എന്ന് വെച്ചാൽ അത് മൂത്ത് പടുത്ത ഒരു ടൈമാണ്. പിന്നെ സ്വാമി ആദരദാസ് ചെയ്തതുപോലെയുള്ള സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു എങ്കിൽ എനിക്ക് വീണ്ടും തോന്നുന്നു, പരമേശ്വര ഡോക്ടറും പറയും, ഇപ്പോഴാണ് കൃത്യമായി ഒരു യോഗി തന്നെയാണ്. കാരണം ഒരു യോഗി എന്ന് പറഞ്ഞാൽ പെർസീവറൻസ് ആണ്. ഇതിനു വേണ്ടിയിട്ട് തന്നെ നിൽക്കുക ഈ സിസ്റ്റത്തിനുണ്ട് എന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കേണ്ട എന്തെങ്കിലും എൻ്റെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരിഗണന കൊണ്ടോ അല്ല ഞാൻ നോമിനേറ്റ് ചെയ്ത്. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒക്കെ തമ്മിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ധനേഷ് ഡോക്ടർ എന്ന് പറഞ്ഞത്. നേരത്തെ ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ജയിലിൽ കിടക്കുന്നവർക്ക് നമ്മൾ സാധാരണ ആദ്യമായിട്ടായിരിക്കും ഈ സ്വാമി ആദരദാസ് അവാർഡ് ജയിലിൽ കിടന്ന ഒരാൾക്ക് കൊടുത്തു. അത്ര എനിക്കൊരു ധാരണയില്ലായിരുന്നു. അമ്മാതിരി വഴക്കം, നിങ്ങൾ ഒന്നും ചിന്തിക്കാത്ത രീതി ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആശയപരമായിരുന്നു, വ്യക്തിപരമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, ബാക്കി നമുക്ക് നേരിട്ട് കാണാം. ഞാൻ എല്ലാ IFPH മെമ്പർമാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുവാണ്. സഹിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒരു 70 പേര് അവിടെ ഉണ്ടാവും. നമുക്കൊരു 100-150 പേരെ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അത്രയും ആൾക്കാർ വരണം. സ്പീക്കർ മാത്രമല്ല, ചിലപ്പോൾ MLAയും MB ഒക്കെ വരുന്ന ഒരു വലിയ പ്രോഗ്രാം ആയിരിക്കും. ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻവൈറ്റ് ഓൾ ഓഫ് യു ആൻഡ് താങ്ക് യു സോ മച്ച് IFPH ഫോർ മേക്കിംഗ് ഹിം ആൻ ഇന്റർനാഷണൽ, ഹി ഡിസർവ് ഇറ്റ്. ഒരു ഇന്റർനാഷണൽ സ്പീക്കറാക്കി മാറ്റിയത് IFPH ആണ്. മൈ ഹാർട്ട് താങ്ക്സ് ടു എവരിവൺ. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ഇൻവൈറ്റ് മീ ഫോർ എ സ്പീച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദി ഡോക്ടറെ. അടുത്തത് ഇസ്മായിൽ, നമ്മുടെ ഷാജി കുടിയാർ. ഡോക്ടർ ഷാജി കുടിയാർ, ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ടഡ് ആണ്. താങ്ക് യു ഡോക്ടർ മനോജ്. ഇന്നപ്പോ നമ്മുടെ അഭിമാനം നമ്മുടെ സ്വന്തം ധനേഷ് ഡോക്ടറാണ്. കഴിഞ്ഞ 6 വർഷത്തെ IFPHന്റെ നിലനിൽപ്പിൽ 5 വർഷവും ഇതിനെ മുന്നോട്ട് നയിച്ചത് ധനേഷ് ഡോക്ടറാണെന്ന് നമുക്കെല്ലാം അറിയാം. 1 വർഷത്തോളത്തിനടുത്ത്, 1 വർഷത്തിൽ ലേശം കൂടെ കൂടുതൽ കൂണ്ടാൻ ഉന്നിരുന്ന ഒരാളാണ് ഞാൻ. ആ 1 വർഷം എനിക്കിവിടെ ഫിലിപ്പീൻസിലിരുന്നു കൊണ്ട്, അന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നത് കൊണ്ട് എന്തുമാത്രം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനുശേഷം 5 വർഷം ഇത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടല്ല, അദ്ദേഹം അത് ഈസി ആയിട്ടാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ കൊണ്ടാണ്, സമർപ്പണം കൊണ്ടാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും IUPHന്റെ മീറ്റിങ്ങുകളിൽ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ലോകത്തിലെ ക്രീമി ലെയർ ഓഫ് ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ഹോമിയോപ്പസ് അടിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് IUPH എന്ന് പറയും. കാരണം ഇവിടെ നമ്മളൊരു കോർ ഗ്രൂപ്പ്, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരു സംഘമായിട്ടുള്ള പ്രവർത്തനമാണ് ഹോമിയോപ്പതിയുടെ നന്മയ്ക്കായിട്ട് ലോക്കലി, നാഷണലി ആൻഡ് ഇന്റർനാഷണലി ചെയ്യുന്നത്. 70-ൽ പരം രാജ്യങ്ങളെ നമ്മൾ കൈകോർത്തിട്ടുണ്ട് ഇന്റർനാഷണലി. അതെൻ്റെ എല്ലാം ആക്സസ് ധനേഷ് ഡോക്ടർക്കുണ്ട്. ആദ്യമൊക്കെ ഞാനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പോൾ ധനേഷ് ഡോക്ടറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിജു SG ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ തമ്മിലെല്ലാം വഴക്ക് കൂടിയിട്ടുണ്ട്. പക്ഷെ വഴക്ക് കൂടിയാൽ എല്ലാം ധനേഷ് ഡോക്ടർക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സമർപ്പണം മനസ്സിലാക്കി തന്നെ. ചില കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ധനേഷ് ഡോക്ടർക്ക് പകരം വയ്ക്കാൻ ധനേഷ് ഡോക്ടർ മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസിഡറേഷനും കൊണ്ട് ധനേഷ് ഡോക്ടറിനെ നമ്മൾ ഏറ്റവും ആദരപൂർവ്വം ബഹുമാനിക്കുന്നു. ആ ധനേഷ് ഡോക്ടർക്ക് ഈ അവാർഡിന് സെലക്ട് ചെയ്തതിൽ ഈ ഹോമിയോ ശാസ്ത്രവേദിയുടെ അതിൻ്റെ നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ വന്നിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ നേതാക്കന്മാരായ ഡോക്ടർ പരമേശ്വരക്കുറുപ്പ് സാറ്, ഡോക്ടർ സരിത് കുമാർ, ഡോക്ടർ SG ബിജു, ഡോക്ടർ ബിനോയ് വല്ലഭശ്ശേരി തുടങ്ങിയ അതിൽപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രത്യേകം ഇതിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ധനേഷ് ഡോക്ടർ ഇങ്ങനൊരു അവാർഡ് അർഹിക്കുന്നത് തന്നെയാണ്. ആ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇതെന്ന് ഞാൻ നിസ്സംശയം പറയും. അപ്പോൾ ഇതിന് അവാർഡിന് സെലക്ട് ചെയ്ത ഇതിൻ്റെ ഈ ഹോമിയോശാസ്ത്രവേദിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ IUPHന് വേണ്ടിയിട്ട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങളുടെ അഭിമാനമാണ് ധനേഷ് ഡോക്ടർ എന്ന് ഇന്ന് ഞാൻ നിസ്സംശയം പറയും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വേദിയിൽ 1-2 കാര്യങ്ങളിലൂടെ ഞാൻ എല്ലാ ഹോമിയോ സമൂഹത്തിന് വേണ്ടിയിട്ടും കൂടെ, കാരണം പല സംഘടനകളുടെ നേതാക്കന്മാർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഈ ഒരു ഹോമിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഞാൻ എല്ലാവരെയും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ IUPH എന്ന് പറയുന്നത് ഹോമിയോ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോമിയോ ഡോക്ടർമാരല്ലാത്തവരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പലരും തെറ്റിദ്ധരിച്ച് നമ്മൾ മറ്റ് പല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് നമ്മൾ അനർഹരെ പ്രൊമോട്ട് ചെയ്യുന്നു, വ്യാജ ഹോമിയോ ഡോക്ടർമാരെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്കെതിരെ വ്യാജ പ്രചരണം നടത്തി പല ഹോമിയോ ഡോക്ടർമാരെയും നമ്മുടെ വേദിയിൽ വരുന്നതിനെയും പങ്കെടുക്കുന്നതിനെയും ഒക്കെ വല്ലാണ്ട് ക്രൂശിക്കുന്ന ഒരവസ്ഥ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. നമ്മുടെ ഹോമിയോപ്പതിയുടെ ഇന്ന് കേരളത്തിലെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ ഒരു മാതൃകാ പുരുഷനാണ് നമ്മുടെ IUPHന്റെ പ്രസിഡന്റ് സേട്ട് സാറിനെ. നമ്മുടെ എല്ലാം കാര്യങ്ങളും നടത്തുന്ന അദ്ദേഹത്തിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഒരു കാരണവശാലും മറ്റു വേദികളിൽ പോകരുതെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റു പല സംഘടനകളും അങ്ങനെ ചെയ്യുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാറ്റി നിർത്തണം. നമ്മൾ ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരുമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെൻറ്റിലൊക്കെ പബ്ലിക് ഹെൽത്ത് ആക്ടിനൊക്കെ ഒരു കാര്യങ്ങളായിട്ട് ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, 100 സംഘടനകൾ 100 ആവശ്യം ഉന്നയിച്ചാൽ നമ്മളെങ്ങനെ അത് ആരുടെ ആവശ്യം പരിഗണിക്കും, ആരെ നമ്മൾ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ക്ഷണിക്കുമെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം നമ്മൾ എല്ലാവരും ഇതിൻ്റെ അകത്തോ ഏക മനസ്സായി മാറേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഇതിൻ്റെ ഒരുമയ്ക്കായിട്ട് നമ്മളെല്ലാം കൈമെയ് മറന്ന് ഹോമിയോപ്പതിക്കായിട്ട് ഒരുമിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഒറ്റ സ്വരത്തിൽ ഉന്നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് സേട്ട് സാർ നമ്മുടെ എല്ലാം ആദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നമുക്കതിന് സാധ്യമാകണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ IUPHനുള്ള ആ തൊട്ടുകൂടാൻ നയം മാറ്റണമെന്ന് കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നമ്മുടെ ധനേഷ് ഡോക്ടർക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ടും അർഹതപ്പെട്ടതാണെന്ന് വീണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ടും ഇതിനെ തെരഞ്ഞെടുത്ത ഹോമിയോ ശാസ്ത്രവേദിയെയും അതിൻ്റെ ഭാരവാഹികളെല്ലാം
പ്രത്യേകം ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. IUPACന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ IUPAC നമ്മുടെ ഹോമിയോ ശാസ്ത്രവേദിയുടെ എല്ലാ നേതാക്കൾക്കും 2 വാക്ക് സംസാരിക്കാൻ പ്രത്യേകം അവർക്ക് അവസരം കൊടുക്കണമെന്ന് കൂടി ഞാൻ സമയം കിട്ടുമല്ലോ, അതേ പറഞ്ഞു ഡോക്ടറെ, സമയം കൊടുക്കണ്ടേ? ഓക്കെ. സാറേ പ്ലീസ് അൺമ്യൂട്ട്. അതൊരു ഒറ്റയാൾ പട്ടാളമാണ്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഒരു മാഗസിൻ ഇങ്ങനെ ഇറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞ സാറിന് പോലെ ഇതൊന്നും പറഞ്ഞാൽ വലിയ അവാർഡ് കൊടുക്കണം. സാറെ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യണേ സാറേ. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? താഴെയായിട്ട് മൈക്ക് സിമ്പിൾ. ഓക്കെ സാർ, ഓക്കെ, സംസാരിച്ചോളൂ. ഓക്കെ, കേക്കാവോ? കേൾക്കാം സാറേ, കേൾക്കാം. കുഴപ്പമില്ല. ഞാൻ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് തിരുവല്ലയിൽ ഹോട്ടൽ അശോകയിൽ നടക്കുന്ന പരിപാടി അന്ന് 3 മണിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മുടെ ഈ അവാർഡ് കൊടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം പരമാവധി ആളുകൾ, നമ്മളിൽപ്പെട്ട ആളുകൾ പരമാവധി വരാൻ കഴിയുന്ന എല്ലാവരും അതിനെത്തണം എന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഞാൻ ഒരു സുഖമില്ലാതെ കിടപ്പായിരുന്നു. അധികം സംസാരിക്കാവുന്ന ഒരു അവസ്ഥയിലും അല്ല ഞാൻ. അതെന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് വളരെ കാലം കൂടിയാണ് ഞാനിതിൽ കയറുന്നത്. അത് നമ്മൾ ഈ പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞുകൊണ്ട്, ധനേഷിനുള്ള അനുമോദനമാണെന്ന് അറിഞ്ഞ് എന്നെ പലരും വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കയറിയത്. കുറച്ച് കാലമായിട്ട് ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. തന്നെയല്ല, ഞാനൊരു 2-3 മാസത്തോളം അസുഖമായിട്ട് വളരെ അല്പം ഗൗരവതരമായ സ്ഥിതിയിലായിരുന്നു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരെയും ഇതിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓക്കെ, ഞാനൊരു ദിവസം ഇത് രണ്ടുപേരും ശ്രീധര കുമാർ സാറിനെ പരമേശ്വര കുമാർ സാറിനെ ഒരുമിച്ച് ക്ഷണിച്ചു. ചേട്ടൻ ബാബു, അനിയൻ ബാബു, പക്ഷെ വന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം സാധ്യമാകുന്ന പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വരാം. ഓണാവോട്ട് എങ്ങനെയാക്കാന്ന് പ്രതീക്ഷിക്കുന്നു. സാറിനെ വീണ്ടും അതേ ആരോഗ്യത്തോടെ തിരിച്ചു വന്നതിന് ഇസ്മയിൽ സേട്ട് സാറ് നമ്മുടെ അവാർഡ് ആദ്യം വാങ്ങിച്ചയാള് 2000-ല്. ഡോക്ടർ സാമുൽ ഖനോൻ അവാർഡ് ഹോമിയോ ശാസ്ത്രയുടെ സ്വാമി ആദിരാസനിൽ നിന്നാണ് സാർ വാങ്ങിക്കുന്നത്, കോട്ടയം പ്രസ് ക്ലബിൽ വെച്ച് 2000 ആണ്ടില്. അതെ, ആട്ടെ സാറേ, ആയിക്കോട്ടെ. അടുത്ത ജോസ് ഐസക് സാറിനെ ക്ഷണിക്കുന്നു. ജോസ് ഐസക് സാറേ, സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ജോസ് ഐസക് സാർ ഉണ്ടോ? അലൻ ഐസക് എന്നുള്ളത് സാറിന്റെ ഫോണാണോ? അത് വേറെ ആളാ. ജോസ് ഐസക് സാറിനെ കണ്ടില്ല. ഓക്കെ, ശരി. നമുക്ക് കിരൺ ചന്ദിലേക്ക് പോകാം. കിരൺ ചന്ദ് അൺമ്യൂട്ട് ചെയ്യാമോ? കിരൺ ചന്ദ് ഉണ്ടോ? ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, കിരൺ ചന്ദ് ഉണ്ട്. കിരൺ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. നമസ്തേ. ധനീഷ് സാറിന് നമസ്കാരം. സാറിന് അവാർഡ് നൽകുന്ന വേദിക്കും നമസ്കാരം. സ്റ്റേറ്റ് സാറിന്റെ ഫസ്റ്റ് മെമ്പർ, അഡ്വൈസറി മെമ്പർ, ഹോമിയോ സ്നേഹം എല്ലാവർക്കും നീങ്ങുവായിട്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ വാക്കാണ് അതിവേഗം ബഹുദൂരം. ആ വാക്കിന് കടമെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ധനീഷ് സാറിനെ ഞാൻ കാണുന്നത്. അതിവേഗം ബഹുദൂരം സഞ്ചരിക്കാൻ സാർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ഫലവത്താകട്ടെ. IUPACന്റെ തുടർയാത്രകർക്ക് ആ രീതി ഗുണകരമാകട്ടെ. തീർച്ചയായും സാറിന് ഈ അവാർഡ് അർഹമാണ്. സാറിന്റെ ശ്രമങ്ങൾ കൂടുതൽ IUPACന്റെ രീതിയിലേക്ക് വരുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ ജോലിയിലാണ്, അതുകൊണ്ട്. ഓക്കെ, വളരെ നന്ദി. അതാണ് കിരണിനെ വിളിച്ചത്. കാരണം കിരൺ നമ്മുടെ അതിഥിയാണ്. അല്ലല്ലോ, അതിഥിയല്ല. അപ്പൊ അവസാനം വിളിക്കുകയാണ്. പക്ഷെ വിളിച്ചതിന്റെ കാരണം അതാണ്, ജോലിയിലാണെന്ന് അറിയാം. വളരെ സന്തോഷം. ഹരി സാർ ജോയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പകരം അദ്ദേഹം ആശംസകൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത സരിത് കുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? അതുപോലെ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ആരെങ്കിലും ആശംസ പറയാനുള്ളത് ഹാൻഡ് റൈസ് ചെയ്യുക. കേൾക്കാം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഞാൻ ചേർത്തലയ്ക്കടുത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എല്ലാ ദിവസവും ചേർത്തലയിൽ ഓരോ ചെറിയ ചെറിയ യോഗങ്ങൾ നടക്കുകയാണ്. ചെറിയ സംഘടനകൾ, കുടുംബശ്രീകൾ,
CPI, CPM അവരെല്ലാം അദ്ദേഹത്തെ പ്രത്യേകം ആദരിക്കുന്ന ചടങ്ങാണ്. ആഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ ചടങ്ങെങ്കിലും ആ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഫേസ്ബുക്കിലും പത്രമാസികകളിലും ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് പേര് ചെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലും ഒക്കെ ചെന്ന് അഭിനന്ദിക്കുന്ന ആ കാഴ്ച ഈ കല്ലറയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിരുന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട കരങ്ങളിലാണ് അത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇസ്മയിൽ സേട്ട് സാറ് മുതൽ അതൊരു സ്വാമി അവാർഡുകൾ പലരും വാങ്ങി. സാർ അന്ന് ഇവിടെ വരികയും സാറിനോടൊപ്പം സാറിനെ ആദ്യമായിട്ട് കാണാനും സേട്ട് സാറിനെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതിയാണ്. അത് ഈ അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ചാണ് ഇത്രയും വലിയൊരു മനുഷ്യനെ സേട്ട് സാറിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അന്ന് മുതൽ ഒരുപാട് പേര് ഈ അവാർഡ് മേടിച്ചിട്ടുണ്ട്. ധനേഷ് ഡോക്ടർ എന്ന് പറഞ്ഞാല് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, ഒരു നല്ലൊരു മനുഷ്യനാണ് പുള്ളി. എത്ര വലിയ ഹോമിയോ ഡോക്ടറാണ് എന്ന് പറഞ്ഞാലും ഒരു നല്ല മനുഷ്യനല്ലെങ്കിൽ ഒരിക്കലും ഈ സ്വാമി ആദരദാസി അവാർഡ് കിട്ടില്ല. ആ നല്ല മനുഷ്യനാണ് എന്ന പരിഗണന കൂടി എടുത്തുകൊണ്ടാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു എത്രയോ ക്ലാസ്സുകൾ അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്നു ഈ IFPHന് വേണ്ടി. ഈ വെറും സാധാരണക്കാരനെ എന്നെ വരെ 2-3 ക്ലാസ്സുകൾക്ക് അദ്ദേഹം വട്ടമിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ ഫോൺ വരുമ്പോൾ ഞാൻ മുങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ക്ലാസ്സുകൾ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ടീമുണ്ട്, അങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെല്ലാമുള്ള അംഗീകാരങ്ങൾ, സ്നേഹം ഒക്കെയാണ് ഈ അവാർഡിലൂടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും സന്തോഷിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ എല്ലാവരും ആ പരിപാടിയിൽ തിരുവല്ലയിൽ എത്തിച്ചേരണം, എന്ത് അസൗകര്യമുണ്ടെങ്കിലും. ഇന്നലെ തന്നെ ഞാൻ ഓർക്കുന്നു, കുറുപ്പ് സാറിന്റെ ആ ചടങ്ങിൽ വളരെ ദൂരെ നിന്ന് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. വരേണ്ട ഒരു കാര്യമില്ല, അദ്ദേഹം വന്നില്ലെങ്കിലും അവിടെ ആ ചടങ്ങ് നടക്കുമെന്ന് ധനേഷ് ഡോക്ടർക്ക് അറിയാം. എങ്കിലും ആ ബന്ധം വെച്ചുകൊണ്ട് കുറുപ്പ് സാറിന് 70 വയസ്സായ ചടങ്ങ് ഞാൻ അന്വേഷിച്ചപ്പോൾ സാറിനോട് പറഞ്ഞത്, കുറുപ്പ് സാർ വലിയൊരു സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ, അതിന്റെ സന്തോഷം കൂടെ കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത് എന്ന് ധനേഷ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാ ചടങ്ങിലും എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാവരുമായി ആത്മാർത്ഥമായി സ്നേഹം നിലനിർത്തുകയും ചെയ്യുന്ന ധനേഷ് ഡോക്ടർക്ക് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ ബിജു ഡോക്ടർ പറഞ്ഞത് ഏറ്റവും നല്ല ഇംഗ്ലീഷ് ധനേഷ് ഡോക്ടർ പറയുന്നത്. ഞാനൊരു ദിവസം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സാറ് ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് അത് കേൾക്കുന്നത്. അപ്പൊ എന്നോട് ധനേഷ് ഡോക്ടർ പറഞ്ഞത്, ഇംഗ്ലീഷ് സിനിമകൾ ഒരുപാട് കണ്ടുള്ള ആ എക്സ്പീരിയൻസ് ആണെന്നാണ് എന്നോട് അന്ന് ധനേഷ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതെല്ലാം നമുക്കെല്ലാം മാതൃകയാണ്. നമുക്ക് വേൾഡിൽ തന്നെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു ഹോമിയോ ഡോക്ടർ, ഏറ്റവും നല്ല പ്രാക്ടീസ് ഉള്ള ഹോമിയോ ഡോക്ടർ. എങ്ങനെ വർണ്ണിച്ചാലും അത് അവസാനിക്കുന്നില്ല. എല്ലാ ആശംസകളും, വളരെ സമയം കുറവാണ്, എല്ലാ ആശംസകളും അറിയിക്കുന്നു. സാറിനെ നയിക്കുന്ന ആ ടീം, എനിക്ക് തോന്നുന്നത് ധനേഷ് ഡോക്ടറുടെ അവാർഡ് കിട്ടുന്നതിനോടൊപ്പം ഈ അവാർഡ് നേടിയിട്ടുള്ളത് IFPH ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. IFPHലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ അവാർഡിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ധനേഷ് ഡോക്ടർക്ക് ലഭിച്ച ഈ അവാർഡ് IFPHനും കൂടി അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ഡോക്ടർ, വളരെ നന്ദി. രമാദേവി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? രമാദേവി ഡോക്ടറെ കേൾക്കാം, പറഞ്ഞോളൂ. ഈ ധനേഷിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാനും ശാന്തയും പറഞ്ഞു, അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ആ അവാർഡ് കൊടുത്തേക്കണേന്ന്. സത്യത്തില് ഈ IFPHല് വന്നതിന് ശേഷം ഈ ധനേഷിന്റെ പ്രോഗ്രാം എനിക്കും ശാന്തയ്ക്കും ടെൻഷനാ. എനിക്കറിയാം 1-2 ദിവസത്തിനുള്ളിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറയാനാണെന്ന്, മനസ്സിലായോ? പക്ഷെ ധനേഷ് ചോദിക്കുമ്പോൾ നോന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കാറുണ്ട്. എന്തായാലും ആ ധനേഷിനെ ഇത് കുറച്ച് വൈകിപ്പോയില്ലേ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാല്. കാരണം ആ അർഹതപ്പെട്ട കയ്യിൽ തന്നെയാണ് ഈ ശാസ്ത്രവേദിയിലെ കുറുപ്പ് സാറിനും എൻ്റെ മോൻ ബിജുവിനും എല്ലാവരും അവർക്ക് കൊടുക്കാൻ സാധിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഞാനും ശാന്തി പറയുന്നു, ഇത് ശരിക്കും ഇതാണ് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഇപ്പോൾ ആ അവാർഡ് കൊടുത്തേക്കണതെന്ന്. ദൈവത്തിന്റെ ഇതുപോലെ ഈ സത്തു പറഞ്ഞ പോലെ
നല്ല മനുഷ്യനാണ്. ആ ഒരു എന്താ പറയുന്നത്, ധനേഷിനെ പറ്റി ഞങ്ങൾക്ക് ഒരു എപ്പോഴും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ട് എല്ലാവിധ ഇത് ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നല്ല ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ പറയുന്നത് കേൾക്കുന്നില്ല. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യും. വേണുഗോപാൽ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? വേണുഗോപാൽ ഹലോ, ഡോക്ടർ. ഓക്കെ, കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോ? ഓ, ഹലോ. ഹലോ. ഇത് ഇന്ന് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു അവസരമാണ്. ഇന്ന് നമ്മുടെ ഈ ഹോമിയോ ശാസ്ത്ര വേദിയുടെ സ്വാമി ആദിദാസ് അവാർഡിന് അർഹനായ നമ്മുടെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ധനേഷിന് ഒരു ആദരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമോദിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ അതിയായി സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ പുരസ്കാരം വാസ്തവത്തിൽ ഒരു വ്യക്തിക്കുള്ള അംഗീകാരം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥമായ സേവനത്തിനും അതായത് നമ്മൾ ആത്മസമർപ്പണം എന്ന് പറയും, സമർപ്പണത്തിനും ലഭിച്ച ഒരു ആദരവായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഈ എനിക്ക് ആണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളൊക്കെ വളരെ വളരെ അടുപ്പമുള്ള എൻ്റെ സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ്, ഞങ്ങൾ ഒരുമിച്ച് റൂംമേറ്റ്സ് ആയിരുന്നു. അങ്ങനെ വളരെ വളരെ വർഷങ്ങൾക്കുള്ള അടുപ്പമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യം പ്രാക്ടീസ് തുടങ്ങിയത്. അതായത് ശരിക്കും പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരുമിച്ച് പോയി തിരുവല്ലയിൽ പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ വളരെ അടുപ്പമുള്ള എൻ്റെ സുഹൃത്താണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടാൻ വളരെ ഇവരൊക്കെ പറഞ്ഞ പോലെ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കിട്ടേണ്ട അവാർഡാണ്. അത്ര ആത്മാർത്ഥമായിട്ട് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും പ്രവർത്തിക്കും. ആ ഒരു സമർപ്പണമാണ് അദ്ദേഹത്തിന്റെ ഒരു ശക്തി എന്ന് നമുക്ക് പറയാം. ഇപ്പം ഈ IFPH തന്നെയാണെങ്കിലും ആദ്യം നമുക്കറിയാം, മറ്റേ നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ധനേഷൊക്കെ മുൻപിലേക്ക് വന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് അതിന്റെ തേര് തെളിച്ചത് ഈ ധനേഷ് ഡോക്ടറും മനോജ് ഡോക്ടറും ഒക്കെയാണ്. അത് അവരുടെ ആ ഒരു ശ്രമം ശരിക്കും IFPHന്റെ പ്രവർത്തനമാണ് ധനേഷിന് അവാർഡ് കിട്ടാൻ ഒരു പ്രധാന കാരണം എന്നുകൂടി അവാർഡ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അതായത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഈ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈ എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഒരിക്കൽ കൂടി ഈ ധനേഷ് ഡോക്ടറെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയും എൻ്റെ വ്യക്തിപരമായും എല്ലാ അനുമോദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അതിനൊപ്പം അദ്ദേഹത്തിന് ഈ രംഗത്ത് ഇനിയും വിലമതിക്കാനാവാത്ത സേവനങ്ങൾ തുടരാനും എല്ലാ ശക്തിയും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി ഡോക്ടറെ. ശ്രീ അലൻ ഐസക് സംസാരിക്കാമോ? അലൻ അൺമ്യൂട്ട് ചെയ്യാമോ? സംസാരിക്കാം. പറയൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലൻ എന്നാണ്. ഞാൻ ധനേഷ് ഡോക്ടറിന്റെ ക്ലയന്റ് ആണ്. ഏകദേശം 25 years ആയിട്ട് ഞാൻ ഹോമിയോപ്പതിയാണ് യൂസ് ചെയ്യണേ. ഡോക്ടറിന് ഇതുപോലത്തെ ഒരു അവാർഡ് ഇനിയും ഒത്തിരി അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുവാണ് ഞാനും ഫാമിലിയും. എൻ്റെ ഫാമിലി ഏകദേശം ഒരു 10-30 വർഷമായിട്ട് ഡോക്ടറിന്റെ അടുക്കൽ നിന്നാണ് മെഡിസിൻ യൂസ് ചെയ്യുന്നത്. ഡോക്ടറിന് ഒത്തിരി ആശംസകൾ ഞങ്ങൾ നൽകുവാണ്. ഇനിയും ഒത്തിരി അവാർഡുകൾ ഇങ്ങനത്തെ ലഭിക്കട്ടെ. നന്ദി. ഡോക്ടർ അജിനി അൺമ്യൂട്ട് ചെയ്യാമോ? ധനേഷ് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തുവാന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ ഡോക്ടർ SJ ബിജു ചോദിച്ചു ഇവിടെ വഴക്ക് കൂടാറുണ്ടോ എന്ന്. വഴക്കേ കൂടാറുള്ളൂ. കാരണം ഇതൊരു കുടുംബമാണ്. അപ്പൊ കൂടുമ്പോൾ ഇമ്പം ഉള്ളതും കൂടുമ്പോൾ തുன்பം ഉണ്ടാകുന്നതും രണ്ടും കുടുംബമാണ്. അപ്പൊ ഞങ്ങൾ വഴക്കേ കൂടാറുള്ളൂ. പിന്നെ IFPHന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ധനേഷ് ഡോക്ടർക്ക് ഈ അവാർഡ് കിട്ടാൻ കൂടുതൽ പ്രിഫറൻസ് കിട്ടിയതെങ്കിൽ അതിൽ വലിയ സന്തോഷം. കാരണം
ഞങ്ങളാരും ഡോക്ടറുടെ പണിയാണ് ഇതെന്നുള്ള രീതിയിൽ ഞങ്ങളാരും അംഗീകരിക്കാറില്ല. അപ്പോ ആ അംഗീകാരം അതിന്റെ പേരിലാണ് കിട്ടിയെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം. തീർച്ചയായിട്ടും അർഹമായ കൈകളിൽ തന്നെയാണ്. ഡോക്ടർ ഷാജി കുടിയാൽ സർ പറഞ്ഞ പോലെ ധനേഷ് ഡോക്ടർക്ക് ഇതൊന്നും ഒരു പണിയേ അല്ല. ഞാൻ ഒരു ദിവസം എങ്ങാനും ഒരാളെ എങ്ങാനും വിളിക്കാൻ പറഞ്ഞാൽ അന്ന് എന്റെ ദിവസമേ പോയി. ഞാൻ ഓർക്കും അങ്ങനെ ഉള്ള ആ ഒരു പണി എന്ത് ഈസി ആയിട്ടോ ചെയ്യുന്നത്. ഇത് ഒരു പണിയായിട്ടോ ഒരു ഇതായിട്ടോ എവിടെ പോയാലും ഏത് യാത്രയിലും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ധനേഷ് ഡോക്ടർക്ക് ഒരു ഇതേ അല്ല. പിന്നെ ഇത് ഇത്രയും താമസം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ധനേഷ് ഡോക്ടർക്ക് ഇത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ മനുഷ്യർക്ക് ഇത്രയും താഴാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ഈഗോ ഇല്ലാതെ പെരുമാറാൻ പറ്റും. ഇപ്പൊ നമ്മളൊക്കെ തന്നെയാണെങ്കിലും പലപ്പോഴും പുള്ളി എന്തെങ്കിലും ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ആസ് എ കുടുംബം. അപ്പം അപ്പോഴും ഒരു ഈഗോ ഇല്ലാതെ എങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെയും പുള്ളിക്കാരൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്റെ അതായത് നമ്മൾ കർമ്മം ചെയ്യുന്നു എന്നുള്ളത് പോലെ. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഇത് പ്രകൃതി അതിനൊരു മറുപടി തരും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മിക്കവാറും ഇത് വാങ്ങുന്ന കാണാൻ വരികയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, ഡോക്ടർ സുഹൃത്ത് ഹരീന്ദ്ര ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? സംസാരിക്കുന്നുണ്ടോ ഹരീന്ദ്ര ഡോക്ടറെ? ഡോക്ടർ ഹരീന്ദ്രനാഥ് അൺമ്യൂട്ട് ചെയ്യാമോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് സലികുമാർ ഡോക്ടറെ സലികുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? കേൾക്കാം. വേറെ ചില അസൈൻമെന്റുകൾ ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇന്ന് വളരെ തിരക്കിട്ടായിട്ട് പങ്കെടുക്കേണ്ടതാണെങ്കിൽ ഇതിൽ ഞാൻ ചാടിങ്ങൾ പോകുന്നതാണ്. ഇദ്ദേഹത്തെ വിളിച്ച് നേരിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അത് നടന്നില്ല. ഏതായാലും എന്താ ഈ മനുഷ്യനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മനുഷ്യൻ തന്നെയാണോ തോന്നിപ്പോകും. കാര്യം മനുഷ്യർക്കാവുന്ന രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യണത്. നമ്മുടെ ബാധ ഉപദ്രവം എന്നൊക്കെ പറയുന്നില്ല, വല്ല AI ബാധ അദ്ദേഹത്തിന് കയറിയിട്ടുണ്ടോ? കാര്യം ഒരു AIക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ, ഒരു മനുഷ്യജീവി ചെയ്തു തീർക്കണമെന്നല്ല. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാര്യം ഇപ്പൊ അതിനൊക്കെ ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ ഒരു ഈഗോയും തോന്നാതെ, അല്ല ഞാനൊക്കെ ആണെങ്കിൽ ഒരാളെ 2 പ്രാവശ്യം വിളിച്ചു കിട്ടിയില്ലേ, അതോടെ ഞാൻ നിർത്തും. ഞാനല്ലെങ്കിൽ ഡെസ്പായി പോവും, മതിയാക്കും. ഇതൊന്നും തോന്നാതെ ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകാന്ന് പറയുമ്പോൾ ഒരു 10 മാസം ചുമക്കുന്ന ഒരു അമ്മയുടെ ഒരു മാനസികാവസ്ഥ ഇതിനകത്തുണ്ട്. ആ ഒരു അദ്ദേഹത്തിന്റെ നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു കഴിവ് എത്ര വേണമെങ്കിലും അതിനു വേണ്ടി സഹിക്കാനും, ഒന്നും രണ്ടും കൊല്ലൊന്നുമല്ല. പിന്നെ അവാർഡ് വളരെ അർഹിക്കുന്ന ഒരാളിലേക്ക് ഇത് എത്തിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ എല്ലാത്തിനും സമയമുണ്ട്. ഏതായാലും ഈ പരിപാടി നടക്കുന്നിടത്ത് ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അതാണ്. ഏതായാലും ഒരിക്കൽ കൂടി ആ സന്തോഷം അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിനെയും. അവരൊക്കെ ഇത് നേരത്തെ കണ്ടിരുന്നു ഫേസ്ബുക്കിലൊക്കെ, ഞാൻ പിന്നീടാണ് കണ്ടത്. അപ്പോൾ ഏതായാലും സന്തോഷം. IFPHന്റെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം ആതിഥേയത്തെ കൊടുക്കാൻ അവസരം എനിക്കുണ്ടായി. ഏതായാലും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഹോമിയോപ്പതിക്ക് കിട്ടിയൊരു അംഗീകാരമാണത്. നന്നായിട്ട് അടുത്ത ഷീല ഡോക്ടറിലേക്ക് പോയിട്ട് തന്നെ ഡോക്ടർ മറുപടിയിലേക്ക് പോകാം. ഡോക്ടർ ഷീല അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് IFPHൽ വരുന്നതും. 2-3 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഫോൺ കോൾ ഡോക്ടർ ധനേഷ് സാറിന്റെ വരുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, മാഡം ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഞാൻ തന്നെ സത്യത്തിൽ സർപ്രൈസ് ആയിപ്പോയി. കാരണം അങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ ഡോക്ടർ വിളിച്ച് ചോദിക്കുകയാണ് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ സാറ് പറഞ്ഞ അനുസരിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ച് പഠിച്ചു, അതിനൊരു ക്ലാസ്സും എടുത്തു. സാറ് പിന്നെ ചോദിച്ചു, സാറിന് എന്നെ എങ്ങനെ അറിയാം? അപ്പം പറഞ്ഞ് ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ ദിവസം ചോദിക്കുമ്പോൾ ഓരോ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി
അങ്ങനെ പറ്റും തോന്നി അങ്ങനെ പറഞ്ഞതാണെന്ന്. പിന്നെയാണ് ഞങ്ങൾ കൂടുതൽ അറിയാൻ ആയപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു അടുത്ത ബന്ധു കൂടിയാണെന്ന് പിന്നെയാണ് ഞാൻ അറിയുന്നത് വൈകിയ വേളയിൽ. പക്ഷെ ഏറെ സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിന് ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. സത്യത്തിൽ സാർ എത്ര പറഞ്ഞാലും പ്രശംസയ്ക്ക് അതിലപ്പുറമാണ് സാർ. അപ്പം എല്ലാം എന്തുകൊണ്ട് ഈശ്വരന്റെ കൃപ കൊണ്ടും സാറിന് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണിത്. സാർ എന്തുകൊണ്ടും അത് അർഹിക്കുന്നു. അപ്പം ഇനിയും സാർ വീണ്ടും 24 മണിക്കൂറും കർമ്മനിരതരാവട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും സാറിന് നേരുന്നു. താങ്ക് യു. നമ്മുടെ സലീംകുമാർ ഡോക്ടർ പത്രോസിന് സംശയം പോലെയാണ് യേശുക്രിസ്തുവിനെ തൊട്ടു നോക്കിയാലേ വിശ്വാസം വരുള്ളൂ എന്ന് പറയും. ഭൂതമാണോ എന്ന് പറഞ്ഞ പോലെ വളരെ രസകരമായി സലീംകുമാർ ഡോക്ടർ പറയുന്നുണ്ട്. ഷീല ഡോക്ടർ നമ്മുടെ IFPHന് പുതിയ ഒരാളാണ്. പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യപ്രാപ്തിയോട് ഇതില് മോഡറേറ്റ് ചെയ്ത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഹരേഷ് ഡോക്ടറെ മറുപടിയിലേക്ക് ക്ഷണിക്കുന്നു. എബ്രഹാം വൈദ്യ ഡോക്ടർ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തില്ലല്ലോ ഡോക്ടറെ. ഹലോ, ആ ഞാൻ അൺമ്യൂട്ടിലാ. പറയൂ. ഹലോ, ധനീഷ് ഡോക്ടറെ അവാർഡ് കിട്ടി എന്നറിഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇപ്പോഴാണോ കിട്ടിയത്? എന്തോ മുമ്പേ കിട്ടേണ്ട ആളാണെന്ന് ചിന്തിച്ചു പോയി. അപ്പം അതല്ല, പിന്നെ എനിക്ക് മനസ്സിലാക്കി ഡോക്ടർക്ക് പണ്ടുതൊട്ടേ അവാർഡ് കിട്ടിക്കോട്ടെ, ദിവസം അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കാം. ഒരുപാട് അത്ഭുത ക്യൂറുകൾ നടത്തിയതാണ്. ഓരോ ക്യൂറുകളും ഓരോരുത്തരും മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള വലിയ അവാർഡുകൾ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് ഇങ്ങനെ അവാർഡ് പ്രശ്നമാണോന്ന് അറിയിക്കുക. എങ്കിലും നമ്മുടെ ആതിരാദാസ് സ്വാമിജിയുടെ പേരിലുള്ള ഈ അവാർഡ് അവിടെ പഠിച്ച ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന വലിയൊരു ആദരവാണ്. അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. ധനീഷ് ഡോക്ടർക്ക് എല്ലാ ആശംസകളും നേരിടുന്നോട്ടെ നിർത്തും. നന്ദി ഡോക്ടറെ. ധനേഷ് ഡോക്ടറെ മറുപടിയിലേക്ക് പോവാം. ഓക്കെ. ബഹുമാനപ്പെട്ട സേഠ് സാർ, നമ്മുടെ വേദിയിലുള്ള പ്രശസ്ത ഡോക്ടർമാരും ഹോമിയോപ്പതി സ്നേഹികളും എല്ലാവരെയും ഒന്നിച്ചങ്ങ് ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു പേര് ഡോക്ടർ പരമേശ്വരക്കുറുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറിൻ്റെയും അതുപോലെ ബിജു ഡോക്ടറുടെയൊക്കെയാണ്. കാരണം ഇവര് നമ്മള് ഇങ്ങനെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ ഡോക്ടറുടെ ബയോഡേറ്റ ഒന്ന് അയച്ചു തരണം, ഒരു ഫോട്ടോയും വേണം. അപ്പൊ ഞാൻ വിചാരിച്ചത് സഹ്യയിൽ ഒരു ആർട്ടിക്കിൾ എന്നെ കുറിച്ച് എഴുതാനാണ്. കാരണം ഇവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്യക്തികളെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതാറുണ്ട്. അപ്പം ഇത്തവണ അതിൽ എന്നെ കുറിച്ചായിരിക്കും എഴുതുന്നത്, അതിനുവേണ്ടി ആയിരിക്കും. അപ്പം ഞാൻ സാധാരണ എഴുതി കൊടുക്കുന്ന പോലെ എൻ്റെ ഒരു ഷോർട്ട് ബയോഡാറ്റ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഉടനെ അടുത്ത മെസ്സേജ് വരികയാണ് ബിജു ഡോക്ടറുടെ, കൺഗ്രാജുലേഷൻസ്. അപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. യു ആർ ദ വിന്നർ ഫോർ ദ ഇയർ 26-27 സ്വാമി ആതിരദാസ് അവാർഡ് ആതിരദാസ് ജി അവാർഡ്. അങ്ങനെ കേട്ടപ്പോൾ തന്നെയാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം ഒരു നിമിഷം കൊണ്ട് ഒരു തീരുമാനം പുറത്തു വരികയാണ്. അപ്പോൾ ശരിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷമാണ് എന്നെ അറിയിക്കുന്നത്. പക്ഷെ ഞാൻ ഡയറക്റ്റായിട്ട് അറിയിക്കുകയല്ല ചെയ്തത്, ഇൻഡയറക്റ്റായിട്ട് എന്നോട് ചോദ്യം ചോദിച്ച് അതിനൊരു ഉത്തരവായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ശരിക്ക് ഇത് കിട്ടിയപ്പോൾ ശരിക്കും വളരെ സന്തോഷമുണ്ടായി. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഈ വേദിയിൽ നമ്മൾ ഈ നോട്ടീസ് മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ, അപ്പം നമ്മൾ പൊതുവെ ഒരു ധാരണയുണ്ട്, ഇന്ന് ആരാണ് ഈ പത്രമൊക്കെ വായിക്കുന്നത്. നമ്മളെല്ലാവരും എവിടെ കൂടുന്നാലും പറയുന്ന ഒരു ഡയലോഗാണ്, ഇന്ന് ആരാണ് ഈ പത്രം നോക്കുന്നത്. ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ കൊച്ചുമോളെയും കൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ഓട്ടോക്കാരൻ ഓടി വന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് പറയാണ്, സാറിൻ്റെ ഫോട്ടോയും സാറിൻ്റെ ഡീറ്റെയിൽസും ഇന്നത്തെ പേപ്പറിലുണ്ട് സാർ. രാവിലെ ഒരു 8 മണി സമയമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് പേപ്പറിൽ വന്നു എന്നുള്ളത്. അപ്പോൾ അത്ര അതിനുശേഷം ക്ലിനിക്കിൽ വരുന്ന ഓരോ പേഷ്യൻസും എന്നോട് ഇത് തന്നെ പറയുന്നത്, ഡോക്ടർ ഇന്നത്തെ പേപ്പറിൽ ഡോക്ടറുടെ ഫോട്ടോയും വാർത്തയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ്, ഡോക്ടറെ ഞങ്ങൾ അങ്ങോട്ട് ഇന്ന് വൈകിട്ട് ആദരിക്കാനായിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, ഡോക്ടർക്ക് എന്നേ ഈ അവാർഡ് കിട്ടേണ്ടതാണ്, പക്ഷേ ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്,
ഞങ്ങളൊന്നും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അത് സാരമില്ല, നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും ആശംസയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഈ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന് നമ്മുടെ IFBSന്റെ ആദ്യ മീറ്റിംഗ് അവിടെ കോട്ടയത്ത് വെച്ച് കൂടുകയുണ്ടായി. അതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ലൈവ് മീറ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിലും ഭാഗമാക്കാനും എല്ലാവരെയും കാണാനും നേരിട്ട് കാണാനും അതുപോലെ എല്ലാവരും എൻ്റെ വീട്ടിൽ വരികയും അവിടെ കല്യാണത്തിന് വരികയും ചെയ്തപ്പോൾ അതൊരു പ്രത്യേക ഐശ്വര്യമായിരുന്നു ആ ഒരു വേദിക്ക് തന്നെ. കാരണം ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഏറ്റവും തലതൊട്ടപ്പൻ മുതൽ ഏറ്റവും താഴെയുള്ളവരെല്ലാവരും ഒന്നിച്ച് ഒരേ വേദിയിൽ ഒരുപോലെ വരിക, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടി. അതിലൂടെയാണ് പിന്നെ എനിക്ക് അന്ന് രാത്രി അടുത്ത ദിവസമുള്ള പ്രോഗ്രാം ഞാൻ അവിടെ ഇരുന്നാണ് ഇത് എഴുതി ഇട്ടത്. അന്ന് രാത്രി കോട്ടയത്ത് ഇരുന്ന് തന്നെയാണ് അടുത്ത ദിവസത്തെ പ്രോഗ്രാം ഒരു ഷെഡ്യൂൾ ചെയ്തത്. പക്ഷെ ഇതെല്ലാം അങ്ങനെ നടന്നു പോകുന്നു. എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. മനോജ് ഡോക്ടറാണെങ്കിൽ എൻ്റെ വലതുവശത്തും, ഷാജി ഡോക്ടർ ഇടതുവശത്തും, അതുപോലെ തന്നെ അജിനു ഡോക്ടർ മുന്നിലും, അങ്ങനെ ഒരു അതുപോലെ ഷാലു രാജൻ, ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പുതിയ സെക്രട്ടറി കിരൺ ചന്ദ്, ഇവരെല്ലാവരും ഞാൻ എന്ത് പറഞ്ഞാലും അവരെല്ലാം അതിന് തയ്യാറാവുക. കാരണം അവർക്കറിയാം ഞാൻ പറയുന്നതൊന്നും മോശമാകാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ ഇതൊക്കെ നടക്കുമോ ഇല്ല എന്നൊരു ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകുമെങ്കിലും അതല്ല, ഇത് വളരെ നല്ല രീതിയിൽ പോകും എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ഇവിടെ പലരും പറയുകയുണ്ടായി. അതിലേറ്റവും എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം, ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയായതാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കമൻട്രി കേൾക്കുമായിരുന്നു. അപ്പോൾ ഈ കമൻട്രി കേൾക്കുന്തോറും അത് കേട്ട് കേട്ട് ഞാൻ അതിങ്ങനെ വെറുതെ നടക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് പോകുന്ന ഒരു കാലം കഴിഞ്ഞാണ് നമ്മൾ ഈ ഹോമിയോപ്പതി മേഖലയിൽ എത്തുന്നതും. ഒരു ദിവസം ഈ ചേർത്തല ISKയുടെ ഒരു ക്ലാസ് എടുക്കാനുള്ള ആള് വന്നില്ല. അപ്പം അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ അജിത്ത് എന്നോട് പറഞ്ഞ് ഡോക്ടർ ഒരു ക്ലാസ് എടുക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഇതൊരു അവസരമാണ്, ഇതുവരെ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞിട്ടില്ല പബ്ലിക്കായിട്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അന്നൊരു ഇംഗ്ലീഷിലൊരു ക്ലാസ് എടുത്തു. അപ്പം പുള്ളി ഊട്ടി വന്ന് പറഞ്ഞു, ഡോക്ടറെ ഇതുപോലെ ആരും വെട്ടിക്കെട്ട് പോലെ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ടില്ല. അന്ന് എനിക്ക് ഉറപ്പായി എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന്. അങ്ങനെയാണ് ഒരു ദിവസം ആ ഒരു സമയത്താണ് ഡോക്ടർ ST ബിജു എന്നെ വിളിച്ച് പറയുന്നത്, ഡോക്ടർ ഇങ്ങനെ ഈ സെക്രട്ടറിയും പ്രസിഡന്റും കളിച്ച് നടന്നാൽ പോരെ, ഡോക്ടർ ഒരു ഫാക്കൽറ്റി ആവണം, ഡോക്ടർ അറിവ് വളരാൻ അത് ആവശ്യമാണെന്ന്. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം. അങ്ങനെയാണ് ഈ ഫാക്കൽറ്റി സെല്ലിൽ ചേർന്നത്. ശരിക്കും പിന്നെ എന്നെ റീമോൾഡ് ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അപ്പം ഡോക്ടർ ബിജുവിനെ ഞാനൊരു ഗുരുസ്ഥാനത്ത് തന്നെയാണ്, എൻ്റെ ജൂനിയർ ആണെങ്കിൽ പോലും ഗുരുസ്ഥാനത്ത് തന്നെയാണ് കണ്ടിരിക്കുന്നതും കാണുന്നതും. ഇന്നലെയും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. അതുപോലെ തന്നെ എന്നെ ഹോമിയോപ്പതി രംഗത്ത് ഒരു നല്ല പോലെ വളർത്തിയത് ഡോക്ടർ S ദിലീപ് കുമാറാണ്. ഡോക്ടറെ ഈ വേദിയിൽ ഞാൻ സ്മരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഈ വേദിയിൽ വന്ന് നല്ല ആശംസകൾ നേർന്ന, അനുഗ്രഹങ്ങൾ തന്ന എല്ലാവരെയും IFBSന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി പറയുക. ഓക്കെ, വളരെ നന്ദി. അതായത് ഈ സകലർക്കും ഗുരുവാണ് ഭഗവാൻ, അതായത് ആ ഭഗവാൻ വസിഷ്ഠൻ ഗുരുവായിരുന്നില്ല. അപ്പോൾ പ്രായമൊന്നും ഗുരു സ്ഥാനത്ത് പ്രത്യേകതയല്ല. അതായത് ഡോക്ടറെ വളരെ നന്ദി അങ്ങയുടെ പ്രസംഗത്തിന്. നമുക്ക് പരിപാടി അവസാന സമയമാകുന്നു. മറിയാം ഡോക്ടറെ നന്ദി പറയാൻ ശ്രമിക്കുന്നു. നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ഹോമിയോ ശാസ്ത്രവേദി സ്വാമി ആദരദാസ് ജി അവാർഡ് നേടിയ ധനേഷ് ഡോക്ടറെ ആദരിക്കുന്നതിന് നടത്തപ്പെട്ട IFBHന്റെ 2142 പ്രതിദിന സൂം വെബിനാറിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ധനേഷ് ഡോക്ടറെ കൂടുതൽ പ്രവർത്തനത്തിന് പ്രചോദിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത IFBH പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ ഇസ്മയിൽ സേഡ് സാറിന് IFBHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സ്വാമി ആദരദാസ് ജിയെ സ്മരിക്കുകയും ധനേഷ് ഡോക്ടറെ അഭിനന്ദിക്കുകയും ചെയ്ത IFBHന്റെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയായ ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജസ്റ്റിസ് MR ഹരിഹരൻ സാറിന് IFBHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു.
ഇന്നത്തെ ഈ പരിപാടിയിൽ ധനേഷ് ഡോക്ടറെ അനുമോദിച്ച് ആശംസകൾ അർപ്പിച്ച ശ്രീധരക്കുറുപ്പ് സാറിനും SG ബിജു ഡോക്ടറിനും ഷാജി കുടിയാട്ട് ഡോക്ടറിനും പരമേശ്വരക്കുറുപ്പ് ഡോക്ടറിനും ശ്രീ കിരൺ ചന്ദിനും സരിത് കുമാർ ഡോക്ടർക്കും രമാദേവി അമ്പാടി അമ്മയ്ക്കും KG വേണുഗോപാൽ ഡോക്ടർക്കും അലൻ ഐസക്കിനും അജിനി മാളിയേക്കൽ ഡോക്ടർക്കും സലിം കുമാർ ഡോക്ടർക്കും ഷീല ഡോക്ടർക്കും എബ്രഹാം വൈദ്യൻ ഡോക്ടർക്കും പേരായി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഹോമിയോ ശാസ്ത്രവേദി സ്വാമി ആതിരദാസ് ജി അവാർഡ് നേടിയ ധനേഷ് ഡോക്ടറെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം IFPH നൽകിയ ആദരം സ്വീകരിക്കുകയും മറുപടി നൽകുകയും ചെയ്ത IFPHന്റെ സ്വന്തം ധനേഷ് ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും IFPHനെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിന് വളരെയധികം സമർപ്പണത്തോടെ പ്രയത്നിക്കുകയും ചെയ്യുന്ന ധനേഷ് ഡോക്ടർക്ക് ഇനിയും വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിനും അനേകം രോഗികൾക്ക് ആശ്വാസമാകുന്നതിനും ആയുരാരോഗ്യവും ഐശ്വര്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച IFPH മോഡറേറ്റർ കൂടിയായ ഷൈല ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പ്രത്യേക പരിപാടിയുടെ മോഡറേറ്റർ IFPHന്റെ എല്ലാ പ്രത്യേക പരിപാടികളുടെ സംഘാടകനും കൂടിയായ GS മനോജ് ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ധനേഷ് ഡോക്ടറെ ആദരിക്കുന്ന ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് ഇന്നത്തെ ഈ പരിപാടി ഇത്രയധികം വിജയകരമാക്കി തീർത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി തുടങ്ങാൻ യഥാർത്ഥ കാരണം ഷഫീഖ് ഡോക്ടറാണ്. പുള്ളിയാണ് വിളിച്ച് ഓർപ്പിച്ച് അങ്ങനെ പരിപാടി ചെയ്യണമല്ലോ, അങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുത്താണ്. അവിടെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ആ തിരക്കിനിടയിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ട്രഷറർ അനിൽകുമാർ ഡോക്ടറാണ് പരിപാടി സൂം ഓൺ ചെയ്യുന്നത്. ഫോൺ എടുക്കാൻ നിവർത്തിയില്ല. ആ സമയത്താണ് ഇടയിൽ കൂടെയാണ് ഫോൺ ഓൺ ചെയ്തത്. എനിക്ക് ആ പുള്ളിയുടെ ടെൻഷൻ മനസ്സിലായി. അപ്പോൾ ഒരുപാട് പേരുടെ പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഡോക്ടർ SG ബിജു നല്ലൊരു സംഘാടകനാണ്. പരമേശ്വർ കുറുപ്പ് സാർ, ഇവരെല്ലാം ഓരോ വലിയ വലിയ വിഗ്രഹങ്ങൾ തന്നെയാണ്. ഇതുപോലെ ഒരുപാട് വിഗ്രഹങ്ങൾ മാത്രമേ ഹോമിയോപ്പതി വളരുള്ളൂ. അവരെ വളർത്തുക എന്നുള്ള നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.